നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ അലീനയുടെ കൈയും പിടിച്ച് മണിശങ്കർ നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല ഞെട്ടിപ്പോയി. കമലയ്ക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കമല രൂക്ഷമായിട്ട് അവരെ നോക്കണം. അപ്പോൾ അലീനയ്ക്ക് ആകെപ്പാടെ ടെൻഷനാണ്. അലീന എങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം മണിശങ്കർ, നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ടേക്ക് കയറി വരാൻ പറയണം. അപ്പോഴേക്കും കമല ഇറങ്ങി ചെണ്ടിച്ചു. നീ എന്താടാ ഇവളെയും കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. എന്താമേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, അല്ല ഇവളെയും കൂട്ടി നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നാ? എനിക്ക് അതിൻ്റെ ഉത്തരം അറിയേണ്ടതെന്ന് പറഞ്ഞു. എന്താടാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്? അല്ല നിൻ്റെ വരവും മട്ടും ഭാവവും കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കല്യാണം കഴിഞ്ഞെന്ന്. ഓ അതാണോ? കല്യാണം കഴിഞ്ഞമ്മേ. പല സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാം. എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളെ അകത്തേക്ക് കയറ്റാനായിട്ട്? അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, പക്ഷെ എൻ്റെ വീടിനകത്തേക്ക് കയറിയാണ്ടല്ലോ ഞാൻ ശരിയാക്കുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, ഈ അമ്മയ്ക്ക് എന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അമ്മ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവളെൻ്റെ ഭാര്യയാണോ? ഇവളെ കല്യാണം കഴിച്ചാൽ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാന്നോ? അമ്മയുടെ സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എൻ്റെ അല്ല നിൻ്റെയാ നഷ്ടപ്പെട്ടെ. അതാണല്ലോ അവിടുത്തെ ജോലിക്കാരെയും വിളിച്ചുകൊണ്ട് നീ ഇങ്ങനെ തേരാപാര തെണ്ടി നടക്കുന്നേ. എടാ നിനക്ക് നാണമുണ്ടോ? നീ കൈതക്കൽ മാളിക വീട്ടിലെ ശിവരാമമ്മേൻ്റെ മകനല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം മണിശങ്കർ പറഞ്ഞു, അമ്മയ്ക്ക് എന്താ ആ കാര്യത്തിൽ വല്ല സംശയം ഉണ്ടെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ കമലയ്ക്ക് നല്ല ദേഷ്യമായി. എടാ അച്ഛൻ്റെ വില കളയാനായിട്ട് നിനക്ക് നാണമുണ്ട്, നീ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വരുമോ? അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അതെ അച്ഛനില്ലാത്ത നാണക്കേട് എന്തായാലും അമ്മയ്ക്ക് വേണ്ട. ഞാൻ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ എന്തായാലും ദേഷ്യപ്പെടാൻ പോകുന്നില്ല. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ഈഗോ നാണക്കേടുണ്ടെങ്കിൽ അമ്മ അത് കാര്യമാക്കണ്ട. ഞാൻ എന്താണെങ്കിലും ഇവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. അതിന് അമ്മ എതിർത്തിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. നീ വാ അലീനെന്നും പറഞ്ഞുകൊണ്ട് അലീനെ വിളിക്കണം. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം കമല രൂക്ഷമായിട്ട് നോക്കുകയാണ് അലീനെ. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറയും, അമ്മ ഇതല്ല ഇതിലപ്പുറം പറയും, നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് മണിശങ്കർ പറഞ്ഞു, അതെ ഇവളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാനല്ല ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോഴെന്താണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്താണെങ്കിലും ചിലപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിക്കണം എന്ന് എനിക്കുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വരും. അത് പക്ഷേ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, നാളെ ആൾ അറിഞ്ഞിട്ടായിരിക്കും. ഇവിടെ തന്നെ എന്താണെങ്കിലും ഞാൻ വിളിച്ചുകൊണ്ട് വരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ അമ്മയ്ക്കൊരു പേടിയും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അലീനയും കൊണ്ട് കമലയ്ക്ക് ഒട്ടും സഹിച്ചില്ല. അപ്പോൾ സൗദാമിനി മുത്തശ്ശിയെ കാണാൻ വേണ്ടിയിട്ടാണ് അവരങ്ങോട്ടേക്ക് വന്നത്. അലീനയ്ക്ക് മുത്തശ്ശി ഒന്ന് കാണുന്നുണ്ടായിരുന്നു, കുറേ നാളായാലോ കണ്ടിട്ട്. അപ്പോൾ കാണാൻ വേണ്ടി കൊണ്ടുവന്ന അങ്ങനെ ഒടുവിലെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. മുത്തശ്ശിക്ക് അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം ഒരു ടെൻഷനും. ദൈവമേ ഇവൾ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? തന്നെ ഇവൾ പൊന്നുപോലെ നോക്കിയതാ. എന്നിട്ട് അങ്ങനെ അലീന പക്ഷേ ആ ഭാവഭേദം ഒന്നും മുഖത്ത് കാണിച്ചില്ല. അലീന മുത്തശ്ശിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇങ്ങോട്ടേക്ക് എന്നെ കാണാൻ വരുമെന്ന്. ഞാൻ കരുതി നീ എന്നെ കാണാൻ വരില്ല എന്ന്. കാരണം ഞാൻ നിന്നോട് അത്ര ക്രൂരതയല്ല ചെയ്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്തൊക്കെയാണ് മുത്തശ്ശി ഇങ്ങനെ പറയണേ? ഇങ്ങനൊന്നും പറയരുതെന്ന് പറയണം. ഞാൻ ചെയ്ത തെറ്റാന്ന് പറയണം. നിന്നെ ഞാൻ വെറും ജോലിക്കാരിയായിട്ട് കണ്ടു, നിനക്ക് ഒരു വാക്കെങ്കിലും പറയാൻ മേലായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മുത്തശ്ശി അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, രണ്ടുപേർക്കും അറിയാം കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിലും മുത്തശ്ശിക്ക് അറിയത്തില്ല വൈജയുടെ മോളാന്ന്, ബാലേന്ദ്രൻ്റെ മോളാന്ന് ഓർത്തണ്ട മുത്തശ്ശി ഇരിക്കുന്നേ. ആ സമയം മണിശങ്കർ പറഞ്ഞു, ഇനിയിപ്പം മുത്തശ്ശി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അലീനയ്ക്ക് വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം അലീന പറഞ്ഞു, എനിക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഉദ്ദേശമുണ്ട്. മുത്തശ്ശിയുടെ മുറി ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെയുണ്ട്. മുത്തശ്ശി എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ മുത്തശ്ശിയോട് നേരത്തെ പറഞ്ഞായിരുന്നു മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന്. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മോളെ, പക്ഷേ ഞാൻ ഇനി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ എന്നെ അവിടെ കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആ കാര്യമൊന്നും പേടിക്കണ്ട, അച്ഛൻ അങ്ങനൊന്നും ഇല്ല. അച്ഛനെ മുത്തശ്ശിയോട് ഇഷ്ടമാണ്, മുത്തശ്ശിയോട് ദേഷ്യം കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ മുത്തശ്ശിക്കൊരു മടി. കാരണം വൈജയുടെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടില്ലേ, ഇനിയിപ്പോൾ എങ്ങനെയാ മുഖത്ത് നോക്കും? ആകെപ്പാടെ നാണക്കേടാണല്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. പിന്നീട് അലീനയോട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ അലീന പറഞ്ഞു, ഞങ്ങൾ എറണാകുളത്തിന് പോയിട്ട് വരുന്ന വഴിയാണ് മുത്തശ്ശി, രേവതിക്കുട്ടിയെ കാണാൻ പോയതാ. രേവതിക്കുട്ടിയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. പിന്നീട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അലീന പറഞ്ഞു, അവിടെ എല്ലാവർക്കും സുഖമൊക്കെ തന്നെയാന്ന് പറഞ്ഞു. എൻ്റെ മോളെ എനിക്ക് അങ്ങോട്ടേക്ക് വരണം, നിങ്ങളെല്ലാവരും കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു, വൈജ ഹോസ്പിറ്റലാണ്, അവളെ ഒന്ന് കാണാൻ പോലും പോകാൻ പറ്റില്ല. എങ്ങനെ പോവാനാ? ഞാൻ ഈ കിടക്കുമല്ലേ,
എത്രയാന്ന് പറഞ്ഞാലും അവൾ എൻ്റെ മോളല്ലേ, എനിക്ക് അവളെ കാണാനായിട്ടൊക്കെ ആഗ്രഹമില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, കാര്യം മുത്തശ്ശിയുടെ മോള് തന്നെയാണ്, പക്ഷേ കയ്യിലിരിപ്പുണ്ടല്ലോ. പിന്നീട് പൈജയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. ആ സമയം മണിശങ്കർ പറഞ്ഞു, മിക്കവാറും ആൻറ്റി കടപ്പാട്ടൊരു വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. ആൻറ്റിയുടെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇനിയിപ്പോൾ ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ആര് നോക്കാനായിട്ടാണ്? എന്നെയൊക്കെ നോക്കാൻ പറ്റില്ല. എന്നെക്കൊണ്ട് നോക്കാൻ പറ്റുന്ന സമയമായിരുന്നെങ്കിൽ നോക്കാമല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ, മാഡം അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നോക്കും. എനിക്ക് നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, എനിക്കറിയാം മോളെ നീ നോക്കൂന്ന്, പക്ഷേ അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവൾക്ക് ഇപ്പോഴും നിന്നോട് ദേഷ്യം തന്നെയല്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ സമയം സംസാരിച്ചിരുന്നതിന് ശേഷമാണ് അവരവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഈ സമയം മണിശങ്കറെ വന്ന് കമല കൂട്ടിക്കൊണ്ട് പോയിട്ട് കുറേ ചീത്ത പറയുന്നുണ്ട്. എനിക്കറിയാം നിൻ്റെ അഹങ്കാരം, വന്ന് നീ ഇപ്പോൾ അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരാൻ തുടങ്ങിയല്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായി വന്ന് കുറേ ചീത്തയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. പക്ഷേ മണിശങ്കർ അത് മൈൻഡ് ചെയ്തില്ല. മണിശങ്കറിന് അറിയാം കമലയുടെ സ്വഭാവം എന്താണെന്ന്. എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തുമില്ലെന്ന് അറിയാം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, നേരെയാവാൻ പോകുന്നുമില്ല. അങ്ങനെ അലീനയും കൊണ്ട് മണിശങ്കർ കാറി കയറി പോകുന്നത് കണ്ട് കമലയ്ക്ക് ഒട്ടും സഹിച്ചില്ല. ഇതേ സമയത്ത് ബബിത വീട്ടിലിരിക്കുമായിരുന്നല്ലോ. ബബിത എന്ന് കോളേജിൽ പോയില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞാണ് അവൾ വീട്ടിലിരിക്കുന്നത്. അവൾക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾ അമലിനെ വിളിക്കുകയാണ്, അവളുടെ കാമുകനെ. അലീന എന്തായാലും ഇപ്പോൾ വരാൻ പോകുന്നില്ല, വീട്ടിൽ വേറെ ആരും ഇല്ലതാനും, പറ്റിയൊരു അവസരമല്ലേ. അങ്ങനെ അമലിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ വീട്ടിലാരുമില്ല, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അമൽ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഇവിടെയുള്ളവരൊക്കെ എന്തെന്ന് ചോദിച്ചു. അവളുണ്ടല്ലോ അലീന, അവൾ എറണാകുളത്തിന് അങ്ങോട്ട് പോയേക്കുക, ഇന്നെങ്ങാണ്ട് വരത്തുള്ളൂ. എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, വൈകുന്നേരമൊക്കെ ആകുമായിരിക്കും വരാനായിട്ട്. പിന്നെ അച്ഛൻ കടയിലേക്കൊക്കെ ആയിട്ട് പോയി, അതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ആരുടെ ശല്യം ഉണ്ടാകത്തില്ല. കൃഷ്ണയും രോഹിതൊക്കെ പോവുകയും ചെയ്തല്ലോ, ആ ഒരു സന്തോഷമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ മുറിയിൽ പോയി ഇരിക്കുകയാണ്. ഇതേ സമയത്ത് അലീനയും മണിശങ്കറും കൂടെ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കടപ്പാട്ട് വീണ്ട് മുറ്റത്തെത്തി കഴിഞ്ഞപ്പം അലീന ചോദിച്ചു, അല്ല മനുവേട്ടൻ ഇറങ്ങണില്ലേന്ന് ചോദിച്ചു. ഏയ് ഞാൻ ഇറങ്ങണില്ല എന്ന് പറയണം. നീ പോയി കൊള്ളാൻ പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, വരുവാണെങ്കിൽ ഞാൻ ചായ വെച്ചേരാന്ന് പറഞ്ഞു. മണിശങ്കർ പറഞ്ഞു, വേണ്ടാന്ന് പറയണം. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, അലീന ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും മണിശങ്കർ ഒരു മിനിറ്റ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം അലീനയുടെ കയ്യിലേക്ക് പതുക്കെ പിടിക്കുകയാണ്. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി. ആ സമയം മണിശങ്കർ എന്ത് ചെയ്തു, തൻ്റെ കയ്യിൽ ഒരു ഉമ്മ വെച്ചിട്ട് അത് അലീനയുടെ ഉള്ളും കൈ നിവർത്തിയിട്ട് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആ കൈയും കൂടെ അടച്ചു വെച്ചു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു വെപ്രാളമൊക്കെ ഉണ്ടായി. അപ്പോഴേക്കും മണിശങ്കർ ചോദിച്ചു, ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു വന്നേക്കാൻ പറയണം. അലീനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലീന ഒന്നും മിണ്ടാതെ മണിശങ്കറിൻ്റെ നേരെ നോക്കുകയാണ്. അലീനയ്ക്ക് മനസ്സിലായി മണിശങ്കറിന് അല്ലെങ്കിൽ മനുവേട്ടന് തന്നോടുള്ള സ്നേഹം എത്രമാത്രമാണ്. അതുപോലെ തന്നെ അലീനയ്ക്ക് തന്നെ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം മണിശങ്കറിന് നന്നായിട്ടറിയാം. ഒടുവിൽ അങ്ങനെ ടാറ്റയെ കൊടുത്ത് മണിശങ്കറിനെ പറഞ്ഞു വിടുകയാണ്. മണിശങ്കർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന കോളിംഗ് ബെല്ലടിച്ചു. കഥ തുറക്കാൻ നോക്കിയാൽ തുറക്കാൻ പറ്റുന്നില്ല. അപ്പം അലീനയ്ക്ക് മനസ്സിലായി ഒന്നെങ്കിൽ രോഹിത് ബബിത ആരെങ്കിലും കാണുമെന്ന്. അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുകയാണ്. ഈ സമയത്ത് ബബിത ഞെട്ടിപ്പോയി. ബബിത കൂടെ മറ്റവനും ഉണ്ടായിരുന്നു, അമലും കൂടെ ഉണ്ടായിരുന്നു മുറിയിൽ. അപ്പോഴാണ് കോളിംഗ് ബെല്ലടിക്കുന്നത്. ഈ സമയത്ത് ആരാ പോലും വന്നത്. ആകെപ്പാടി ഒരു ടെൻഷനായി. വെപ്രാളത്തോട് കൂടിയിട്ട് ബബിത പറഞ്ഞ്, അതെ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം ആരാ എന്താന്ന്. ഒരു കാര്യം ചെയ്യുക, നീ പതുക്കെ ടെറസിലേക്ക് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം അമലോട് ശരി ഞാനവിടെ പോയി നിൽക്കാമെന്ന് പറയണം. അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അലീന ആ സമയത്ത് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമല്ല. ആകെപ്പാടെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ബബിതയ്ക്ക്. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. പിന്നീട് ബബിത ഇറങ്ങി വന്ന് കഥ തുറക്കുകയാണ്. ഈ സമയത്ത് അലീന ചോദിച്ചു, അല്ല ഇന്ന് നീ എന്താ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിച്ചു. സ്കൂളിലല്ല സോറി കോളേജിൽ പോകാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അതെനിക്ക് പോകാൻ ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. അതൊക്കെ നിന്നോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ബബിതേ നീ വെറുതെ മടി പിടിച്ചിരുന്നാണോ? നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോ? അതെ കൂടുതൽ ചോദ്യം ചെയ്തും കാര്യങ്ങളൊന്നും എന്നോട് വേണ്ട കേട്ടോ. എനിക്കറിയാം പോണോ വേണ്ടതെന്നൊക്കെ. എൻ്റെ അച്ഛൻ പോലും എന്നെ ചോദ്യം ചെയ്യുന്നില്ല, പിന്നെയാണോ നീ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് അലീന പറഞ്ഞു, നീ കൂടുതൽ എന്നോട് പറയൊന്നും വേണ്ട. നിന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ അതെ അച്ഛൻ എനിക്ക് തന്നിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു, അതൊക്കെ അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ അടുത്ത് എന്താണെങ്കിലും നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് മുറിയിലേക്ക് കയറിപ്പോയി. അത് കണ്ടു കഴിഞ്ഞപ്പം എന്തോ അലീനയ്ക്ക് ചെറിയൊരു സംശയങ്ങൾ തോന്നി ബബിതയുടെ പെരുമാറ്റത്തിൽ. അവൾക്ക് എന്തോ ഒരു വെപ്രാളമൊക്കെ ഇല്ലേ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് അലീന നേരെ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് ഭാഗമൊക്കെ തുറന്ന് ഡ്രസ്സ് മാറ്റാൻ തുടങ്ങുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. തൻ്റെ ബാഗിനകത്തെ ചുരിദാറൊക്കെ ആരോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി. അലീനയ്ക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. താൻ പോയ സമയം കൊണ്ട്
ഒന്നെങ്കിൽ ഭവിതയാണോ ഇത് ചെയ്തതെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. തന്നോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ അലീന ഓരോ ചുരിദാറും എടുത്തിട്ട് നോക്കുകയാണ്. അതിനകത്തിരുന്ന കംപ്ലീറ്റ് ചുരിദാറും കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അലീനയ്ക്ക് സങ്കടം വന്നു. കാരണം ഇത്രയും ചുരിദാർ നശിപ്പിക്കുകയെന്ന് അറിയാൻ ചില്ലറ കാര്യമല്ലല്ലോ. ബാഗിനകത്തിരുന്ന ഡ്രസ്സ് മുഴുവൻ നശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അലീന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നേരെ ബബിതയെ വിളിക്കുകയാണ്. അപ്പോഴേക്കും ബബിതയ്ക്ക് ദേഷ്യം വന്നു. ഇപ്പോൾ ഇനി എന്തിനാണോ വിളിക്കുന്നത്? അമ്മലിനെ ഇറക്കി വിടാനും പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടവും ദേഷ്യം ഉണ്ടായിരുന്നു. എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അതെ, ഇവിടെ ആരെങ്കിലും വന്നായിരുന്നെന്ന് ചോദിച്ചു. ആര് വരാനായിട്ട്? അല്ല, എൻ്റെ മുറിയിലിരുന്ന ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. എനിക്കറിയത്തില്ല ആരാ വന്നത് എന്താണെന്നും. എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് ആകപ്പാടെ സംശയമായി. അലീന ബബിതേനെ ഒന്ന് നോക്കുകയാണ്. ഈ സമയത്ത് ബബിത പറഞ്ഞു, അതെ, എന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്നെ നോക്കി പേടിപ്പിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീന ഓർത്തെ ടെറസിൻ്റെ അവിടെ തൻ്റെ ഒരു ചുരിദാർ ഉണങ്ങാനായിട്ടിട്ടുണ്ട്, എങ്കിൽ അത് പോയി എടുത്തുകൊണ്ട് വരാം. പോയപ്പം കഴിയിട്ടിട്ട് പോയതാ, അതെടുത്തുകൊണ്ട് വരാൻ ഓർത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പക്ഷെ ബബിത ഒട്ടും പ്രതീക്ഷയില്ല അലീന അങ്ങോട്ടേക്ക് കയറി പോകുന്നത്. അങ്ങനെ അലീന അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ അമൽ നിൽക്കുന്നുണ്ട്, ഒരുത്തൻ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അലീന ഒരു നിമിഷം ഞെട്ടിപ്പോയി. അലീന തിരിഞ്ഞ് താഴേക്ക് ഓടി വന്നു. പിന്നീട് അവിടെ ഇരുന്ന കത്തിയൊക്കെ കയ്യിലെടുത്തു. കള്ളനാന്ന് തോന്നേ. അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഈ സമയത്ത് ബബിത ഞെട്ടിപ്പോയി. ബബിത അങ്ങോട്ട് അലീനെ നോക്കി കഴിയുമ്പോഴത്തേനും അലീന ബബിതയോട് പറഞ്ഞു, അതെ, മുകളിലെടുത്തുണ്ട് ഒരു കള്ളന്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചുരിദാറൊക്കെ കട്ട് ചെയ്ത് അവനാണെന്ന് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ബബിത ഇടിവേട്ടേറ്റ പോലെ നിൽക്കുകയാണ്. പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. എങ്കിൽ തീർന്നു അങ്ങനെയൊക്കെ കരുതുവാണ്. ദൈവമേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആരുമില്ലാത്ത സമയത്ത് ഇനി അവനെ താൻ വീണ്ടും വിളിച്ചു വരുത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവുമല്ലോ. എങ്ങനെയെങ്കിലും അവനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ എന്നൊക്കെ ബബിത മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.